ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളപ്പോൾ അടിപൊളി ഒരു മാങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മാങ്ങാച്ചാറിന് വേണ്ടി നല്ല വിളഞ്ഞ മാങ്ങ വേണം, കറിവേപ്പില വേണം, നമ്മുടെ ഉണക്കമുളകില്ലേ അത് വേണം. പിന്നെ അടിക്ക് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയാണ് അച്ചാറുണ്ടാക്കാൻ വേണ്ടി ബെസ്റ്റായിട്ടുള്ള ഓയിൽ. നല്ലെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് അതും ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന മുളകില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അത് പക്ഷെ കരിയാതെ സൂക്ഷിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻറ്റ്. അതൊന്ന് ഇളക്കി പകുതി ഒന്ന് മൂപ്പായി വരുമ്പോഴത്തേക്കും നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില മൂക്കാൻ പിന്നെ ഒത്തിരി സമയമൊന്നും വേണ്ട. നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് കോരി വയ്ക്കുക. ആ എണ്ണയിലേക്ക് തന്നെ കടുക് ഇട്ട് കൊടുക്കുക. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ ആ മാങ്ങ നേരെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം. ഈ ഉണങ്ങിയ മുളകും കറിവേപ്പിലയും കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ മാങ്ങ ഒരു 2-3 മിനിറ്റ് ഒന്ന് ആ സ്ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചതിന് ശേഷം ഈ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക, തീ ഓഫ് ചെയ്തിട്ട്. അതിനുശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു മാങ്ങ അച്ചാർ റെഡി. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അത് എടുക്കാവുള്ളൂ കേട്ടോ. അപ്പം അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.